ദൈവവിൽപ്പനക്കാരെ കൊണ്ട് ആർക്കാണ് നേട്ടം? i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള വേദിയാണ് i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം പൊതുസമൂഹം ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ടുന്ന, അഭിപ്രായ സമന്വയം ഉണ്ടാകേണ്ടുന്ന, മാറ്റം ഉണ്ടാകേണ്ടുന്ന വിഷയങ്ങളാണ് ഞങ്ങൾ ഈ സെഗ്മെൻറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രതികരണം എന്തുമായിക്കൊള്ളട്ടെ, അത് ഭയപ്പെടാതെ, മയപ്പെടുത്താതെ, മൂർച്ചയോടുകൂടി തന്നെ ഹ്രസ്വമായി നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാം. അത് ലോകമെമ്പാടുമുള്ള i2v ന്യൂസ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യാം. അതിനായി 9746114444 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ശബ്ദ സന്ദേശമായി അയക്കുകയോ അതുമല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന് പ്രേക്ഷകരുടെ പ്രതികരണത്തിനുള്ള ചോദ്യം ഇതാണ്: ദൈവവിൽപ്പനക്കാരെ കൊണ്ട് ആർക്കാണ് നേട്ടം? ചോദ്യം ആവർത്തിക്കാം: ദൈവവിൽപ്പനക്കാരെ കൊണ്ട് ആർക്കാണ് നേട്ടം? ചോദ്യത്തിൽ അല്പം കൂടി വ്യക്തത വരുത്താം. ഒരു പുതുവത്സരം കൂടി പിറന്നിരിക്കുകയാണ്. നാം എല്ലാവരും വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് പുതുവത്സരത്തെ വരവേൽക്കുന്നത്. പുതുവത്സരത്തിൽ നമുക്ക് ഹാനികരമായ പല ശീലങ്ങളെ ഉപേക്ഷിക്കുകയും പല ചിന്താഗതികൾ മാറ്റുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി? ഒരു മെച്ചപ്പെട്ട നല്ല മാനസിക, ശാരീരിക, സാമ്പത്തിക, ആത്മീയ, ഭൗതിക ഔന്നത്യത്തിനു വേണ്ടി. എന്നാൽ അപകടകരമായ ചില ദുശീലങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കുന്നത് നാം അറിയുന്നില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതാണെന്നും നാം അറിയുന്നില്ല. നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുന്ന, നമ്മെ മാനസികവും ശാരീരികവും ആത്മീയവും സാമ്പത്തികവുമായി തകർക്കുന്ന, പാപബോധത്തിൽ തളച്ചിടുന്ന, നമ്മൾ ബലഹീനരാണ് എന്ന ആ ചിന്ത ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും വലിയ വില്ലന്മാരാണ് ദൈവവിൽപ്പനക്കാർ അല്ലെങ്കിൽ വചനക്കൊള്ളക്കാരന്മാർ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി എന്ന് പാട്ടുപാടി വിവിധ വേഷങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ വരുന്ന ഈ മോന്മാരെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇവന്മാർ ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇവന്മാരുടെ പിന്നാലെ തുള്ളിച്ചാടി പോകുന്നു, ഒടുക്കം പണി മേടിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സത്യം അംഗീകരിക്കുക. അവർ നമ്മുടെ ഇളം മനസ്സിൽ കോറിയിട്ട ചില ചിന്തകൾ കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇവന്മാർക്ക് സ്ഥാനം ഉണ്ടായത്. ഇവർക്ക് ദൈവവേലയ്ക്കെന്ന് പറഞ്ഞ് പണം നൽകുന്നത് കണ്ടാണ് നാമും അപ്രകാരം ചെയ്യുന്നത്. അവരുടെ ആ പഠിപ്പിക്കലുകൾ നമ്മുടെ യുക്തിചിന്തയെ തകർത്ത് കളഞ്ഞു. ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ അവർ കോറിയിട്ടു. നിങ്ങൾ ശിശുവിനെ പോലെയാകുവിൻ എന്ന് കർത്താവ് പറഞ്ഞത് അതുപോലെ നിഷ്കളങ്കരാകുവിൻ എന്നാണ്, അല്ലാതെ സർട്ടിഫൈഡ് A ക്ലാസ് മുണ്ണകളാകുവാനല്ല കർത്താവ് പറഞ്ഞത്. ദൈവക്കച്ചവടക്കാരന്മാരുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടി, യാചകൻ, കൈക്കൂലിക്കാരൻ, യാതൊരു നേരും നിറയുമില്ലാത്തവൻ ദൈവമാണ്. ദൈവത്തിന് എത്ര കിട്ടിയാലും തികയാത്ത ദൈവമാണെന്നാണ് ഇവന്മാർ പഠിപ്പിക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ പണി തരുന്ന ദൈവം, സുഖപ്പെടുത്തുവാനായി മുറിപ്പെടുത്തുന്ന ദൈവം, വെയ് രാജാവൈ, 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100, അമർത്തി കുലുക്കിയിട്ടാൽ നിനക്ക് വാരിക്കോരുന്ന ദൈവം. എന്നിട്ട് നിന്റെ ദാരിദ്ര്യം എന്തുകൊണ്ടാടാ മോനെ മാറാത്തത് എന്ന് നാം ഇവന്മാരോട് ചോദിക്കുന്നില്ല. ദൈവത്തിനിരിക്കുവാൻ വീട് നാം പണിഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ വേലക്കാരന്മാരുടെ ഭാര്യമാരുടെ പാടുവരെ നാം മേടിച്ചു കൊടുക്കണം. അയ്യേ, നമ്മൾ മൊണ്ണകളോ? വെറും വർഷം 2025 പരിണാമം സംഭവിച്ച് തലച്ചോർ ഇത്രയുമൊക്കെ വളർന്നിട്ടും നിന്റെ മണ്ടയിൽ മാത്രം എന്താ മാപ്പിളെ വെളിച്ചം കയറാത്തത്? സാങ്കേതിക വിദ്യയുടെ കാലം എത്തിയിട്ടും കാശ് മേടിച്ച്, ദശാംശം മേടിച്ച്, നിന്റെ കയ്യിലെ പഴങ്കഞ്ഞി മേടിച്ച് തിന്നിട്ട് വിശപ്പടക്കി നിനക്ക് വിശക്കാതിരിക്കുവാനുള്ള സൂത്രം പറഞ്ഞു തരുന്ന, ആ അനുഗ്രഹം ചൊരിയുന്ന ആ ദൈവത്തിൻ്റെ കച്ചവടക്കാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പഞ്ഞിക്കിടുവാൻ സാധിക്കുന്നില്ല? ഈ പുതുവത്സരപ്പിറവിയിലെങ്കിലും നമുക്കൊരു തീരുമാനമെടുത്തുകൂടെ? ഈ പൈശാചിക ദൈവക്കച്ചവടക്കാരന്മാരിൽ നിന്നും ഈ കുടുംബം കലക്കുകളിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാമെന്ന്. ഇവന്മാർക്ക് 10 പൈസ കൊടുക്കില്ലെന്ന്. ഇവന്മാർക്ക് വംശനാശമുണ്ടാകണമെങ്കിൽ ഇവന്മാരെ വാരി തറയിലടിക്കേണ്ടുന്ന ആവശ്യമില്ല, ഉപദേശിക്കേണ്ട ആവശ്യവുമില്ല. ഇവന്മാരുടെ പൈശാചിക പരിപാടികൾക്ക് തുള്ളിച്ചാടി പോകാതിരിക്കുക, പണം നൽകാതിരിക്കുക.
സപ്ലൈ ലൈൻ കട്ട് ചെയ്യുക എന്ന് പറയും. ഇവന്മാർ തന്നെ വല്ല വാർക്കാപ്പണിക്കോ മൈക്കാട് പണിക്കോ പോയിക്കോളും. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ മനസ്സിലാക്കുക, ഒരു ക്രിസ്തുവും ഒരു വേദപുസ്തകവുമാണ് ഉള്ളതെങ്കിലും 50,000-ലധികം സഭകൾ എന്നിവന്മാർ വിളിക്കുന്ന സംഘടനകൾ ഉണ്ട്. 10 പേരെ തികച്ചു കിട്ടിയാൽ ഒരു ചവ പണിത് കളയും. ഒരുത്തനും മറ്റൊരുത്തനെ കാണാൻ പാടില്ല. ആരാധനാലയങ്ങൾ പോലും പിടിച്ചു പറിക്കുന്നു. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണമെന്ന് തർക്കിക്കുന്നു, തമ്മിലടിക്കുന്നു. ഇവരെ കൊണ്ട് ഇന്ന് ഈ ലോകത്തിന് എന്ത് നേട്ടം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവരിലൂടെ എത്ര പേർക്ക് സ്വർഗരാജ്യപ്രവേശനം അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കും? ലോകസമാധാനത്തിന് ഇവരുടെ സംഭാവന എന്താണ്? ഇവർ സമാധാനം ഉണ്ടാക്കുന്നവരോ അതോ സമാധാനം കെടുത്തുന്നവരോ? ഇന്ന് ഈ സഭകളുടെ സഭാപിതാക്കന്മാരുടെ പ്രവൃത്തിയും ക്രിസ്തു കാണിച്ചു തന്ന മാർഗവുമായി കടലും കടലാടിയും പോലെയുള്ള ബന്ധമെങ്കിലും ഉണ്ടോ? ഇവർ ദൈവത്തെയാണോ മാമോനെയാണോ അധികമായി സ്നേഹിക്കുന്നത്? ആഡംബരത്തിൽ അഭിരമിക്കുന്ന കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ, അവർ വസിക്കുന്ന അരമനകൾ, അവർ ചവിട്ടുനാടകം കളിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ ആരുടെ പണം കൊണ്ട് ഉണ്ടാക്കിയതാണ്? കർത്താവ് എവിടെയാണ് പള്ളികൾ പണിതത്? ക്രിസ്തുവും ശിഷ്യന്മാരും ഏത് പള്ളികളിലാണ് കുർബാനകളെയും കൂദാശകളും നടത്തിയത്? ക്രിസ്തു ഏത് ചവയാണ് സ്ഥാപിച്ചത്? ക്രിസ്തുവും ശിഷ്യന്മാരും ആരുടെ കയ്യിൽ നിന്നാണ് ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ മേടിച്ചത്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഈ കച്ചവടം കൊണ്ട് വെറും 3% താഴെയുള്ള കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളിപ്പണിക്കാരന്മാർക്കും അപ്പോസ്തലന്മാർക്കും മാത്രമാണ് നേട്ടം എന്ന് മനസ്സിലാക്കുക. ഇവന്മാർക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വകയാണെന്ന് മനസ്സിലാക്കുക. പിതാവാം ദൈവത്തെ അറിയുവാൻ, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഇടനിലക്കാരായി നമുക്കിടയിൽ ഈ കൂദാശ തൊപ്പിത്തൊഴിലാളി കുർബാന തൊഴിലാളികളും അപ്പോസ്തലന്മാരുടെ ആവശ്യവും നമുക്കുണ്ടോ? ചിന്തിക്കുക, പ്രതികരിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കുകയോ ശബ്ദ സന്ദേശമായി അയക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ആരുടെയെങ്കിലും തലയിൽ വെളിച്ചം കയറിയാലോ? അതുകൊണ്ട് ചോദ്യം ഞാൻ ആവർത്തിക്കാം, ദൈവവിൽപ്പനക്കാരെ കൊണ്ട് ആർക്കാണ് നേട്ടം? ITV ന്യൂസ് റിയാക്ട് 48 പ്രതികരിക്കാനൊരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.